നമുക്കിവിടെ നമ്മുടെ എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്, നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്. രണ്ടും ഉള്ളത് കൊണ്ട് ചോദിക്കുക, തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഈ പറയുന്ന കഥയിലെ വ്യത്യാസമുള്ളൂ, കുറച്ച് മുദ്രയിലും കാര്യങ്ങളിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവാം. ഇതൊക്കെ കമ്പയർ ചെയ്തിട്ടും ഈ പ്രോഗ്രസീവായി ചിലർ മുന്നോട്ട് പോകും, കുറച്ചുകൂടെ മാറ്റം വേണം എന്നുള്ള അർത്ഥത്തിൽ മുന്നോട്ട് പോകും. മുന്നോട്ട് പോകുന്നവരെ നമുക്ക് അധികം വിടാൻ പറ്റില്ല, പക്ഷേ നമുക്ക് മുന്നോട്ട് പോവും വേണം. കുറച്ചുകൂടെയൊക്കെ പ്രോഗ്രസീവായി തിങ്ക് ചെയ്യുന്നവർ ചില ആഡിങ്സ് ഒക്കെ കൊണ്ടുവരും, ചില ലിബറൽ ആയിട്ടുള്ള ചില സ്വാതന്ത്ര്യമൊക്കെ എടുക്കും. അതേക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? There is a box, I think. ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുന്നതേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എക്സ്പോസ്ഡ് അല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഫോർ മീ, ഒരു ഡാൻസ് പ്രാക്ടീഷണർ, ഇഫ് ദേ ഹവ് ഇൻവെസ്റ്റഡ് ദിസ് മെനി ഇയേഴ്സ്, റൈറ്റ്, അവർക്കൊരു വിഷനുണ്ട്. സോ അതിനെ മാനിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് പഠിച്ചു തുടങ്ങി നാളെ, അത് എല്ലാ ഫീൽഡിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ പത്രമാണെങ്കിലും സിനിമയാണെങ്കിലും, ഇന്ന് സിനിമ കണ്ടിട്ട് നാളെ ഞാൻ പോയി സിനിമ എടുക്കുകയാണെന്ന് പറയുന്നവരെ ഓക്കെ, വി ഡോണ്ട് ഹാവ് ടു അവർക്ക് അറ്റൻഷൻ കൊടുക്കണം. പക്ഷേ ഒരു 20-25 വർഷമായിട്ട് ആ കലാരൂപത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർ ഇത് എൻ്റെ ഒരു വിഷൻ ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിലേക്ക് ഒരു കാര്യം വെച്ച് തരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ കാണാനെങ്കിലും ഒരു മനസ്സ് കാണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ തലമുറയിലേക്ക് അത് എത്തിക്കാൻ, അഗൈൻ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്, എല്ലാ ആർട്ടിസ്റ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടോർച്ച് കൈമാറാനുള്ള കൈകൾ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് കൈമാറണമല്ലോ, നമ്മൾക്ക് തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ അത് കൈമാറണമെങ്കിൽ അതിനൊരു കൈ നീണ്ടു വരണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കൈകളെ നമ്മൾ സോ അതിന് വേണ്ടിയിട്ട് എനി എക്സ്റ്റെൻഡ് ഓഫ് എന്താ പറയുക, നമ്മളുടെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള അഡ്വഞ്ചേഴ്സ് ആർ ഓക്കെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനകത്തൊരു ഈ കലാരൂപത്തിലേക്ക് ഒരു ഡാൻസ് ഉണ്ട്, ഒരു ഡ്രാമയുണ്ട്, പിന്നെ എക്സ്പ്രഷൻസ് ആണുള്ളത്. ഇതൊക്കെ നമുക്ക് സിനിമയിലും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ എക്സ്പ്രഷൻസ് സിനിമയിലേക്ക് വരുമ്പോൾ സെറ്റിലായി പറ്റും. ക്യാമറ അത്രയും നമ്മുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര വിസിബിൾ ആക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു ഉപകരണം വന്നപ്പോൾ നമ്മൾ കുറേ മാറേണ്ടി വന്നു. അതുകൊണ്ടാണ് നാടകത്തിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് വന്നപ്പോൾ. അതേപോലെ ഡാൻസുകാരി സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഭയങ്കര സെറ്റിലാവേണ്ടതുണ്ട്. അത് ആദ്യം അങ്ങനെ തന്നെ ചില എക്സ്പ്രഷൻസ് കൂടിപ്പോയെന്ന് അഭിപ്രായം വന്നിട്ടുണ്ടോ? അതേ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളുകയും ഈ സംവിധായകരുടെ കൃത്യമായ ഗൈഡൻസ് ഉള്ളപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെയാണോ ദിവ്യ ശരിക്കും അഭിനയിച്ചത്? അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് അത് എന്നോട് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഡാൻസിൽ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്ത്. പക്ഷേ ആക്ച്വലി ഡാൻസിലും നമ്മൾ വളരെ സട്ടിലാണ് എക്സ്പ്രഷൻസ്. അത് നമ്മൾ പഠിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ബിക്കോസ് നമ്മൾ ഒരുപാട് കാര്യങ്ങളും കഥകളും പറയുന്നത് ദൈവങ്ങളുടെ കഥകളൊക്കെയാണ്. സോ എല്ലാ വിചാരങ്ങളെ അതിജീവിച്ചവരുടെ കഥയാണ് നമ്മൾ പറയണത്. സോ ഈവൻ ഇപ്പം നമ്മുടെ സങ്കല്പത്തിലൊക്കെ ഇപ്പോൾ കാളിക്ക് ദേഷ്യം വന്നാൽ തന്നെയും ദേഷ്യം ഇസ് ജസ്റ്റ് ഒരു പൊട്രയൽ, സോ ദാറ്റ് അത് അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ദേഷ്യം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരു സങ്കല്പം കൂടി ഉണ്ട് നമ്മളെ അത് കുറച്ച് അതാണ്. ആസ് യു സ്പെൻഡ് ഇയേഴ്സ് വിത്ത് ദിസ് ആർട്ട് ഫോം, അത് then it starts talking to us in a different way. So this is something later on I understood. പിന്നെ നമുക്ക് 4 രീതിയിലുള്ള 4-fold അഭിനയം ഉണ്ടല്ലോ. അതിൽ ഈ സാത്വികമുണ്ട്, ആഹാര്യം, വാചികം, അത് അങ്ങനത്തെ വരുന്നതിൽ സാത്വികമുണ്ട്. അപ്പോൾ ആ സാത്വികത്തിൽ നമ്മൾ ബിക്കമിങ് വൺ വിത്ത് ദ ക്യാരക്ടർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണല്ലോ. സോ അതും കൂടെ പഠിപ്പിച്ചു തരുന്നത് കൊണ്ട് സിനിമയിലാണെങ്കിലും ഏത് കലാരൂപം ഏതാണെങ്കിലും എനി ഫോം ഓഫ് ആർട്ട്, ബീറ്റ് സിനിമ, ബീറ്റ് ആക്ടിങ്, നാട്യം എന്ന് പറയുന്നത് ആക്ടിങ്ങും ഇസ് ഓൾസോ ഫോം ആണല്ലോ. അപ്പോൾ ആ സാത്വിക ഭാവത്തിലേക്ക് എത്തുമ്പോൾ യു ആർ ബിക്കമിങ് വൺ വിത്ത് ദ ക്യാരക്ടർ. സോ ബീറ്റ് ഇൻ എ സ്ക്രിപ്റ്റ്, ഇൻ എ സിനിമ ഓർ ഓൺ സ്റ്റേജ്, ആ സാത്വിക ഭാവത്തിലെത്തുമ്പോൾ അപ്പോൾ അവിടെ ഒരു ഓവർ ആക്ടിങ്ങിൻ്റെ ഒരു സ്പേസ് വരുന്നില്ല. ഇപ്പം മനസ്സിലായില്ല, അന്ന് മനസ്സിലായില്ല എനിക്ക്.
അന്ന് ഞാൻ ഇത്രയും ഒക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയൊന്നുമല്ല ചെയ്തത്. അന്ന് ആളുകൾ വലിയ വലിയ യൂണിവേഴ്സിറ്റീസ് പറഞ്ഞത് ചെയ്തതാണ്. ദിസ് ഇസ് സംതിങ് ഐ ജസ്റ്റ് ലേൺ, ഐ എം ഷെയറിങ്, അത്രേ ഉള്ളൂ. അടിപൊളി. അതേപോലെ തന്നെയാണ് ഇത് ഹിന്ദുയിസം ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതെപ്പോഴെങ്കിലും ഒരു തരത്തിൽ കുറച്ച് കൂടുതൽ ആൾക്കാരെ കൂടെ ഇതിനകത്തേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യണം എന്ന് പറയുന്ന ചിന്തയിൽ എവിടെയെങ്കിലുമൊക്കെ അത് കല്ലുകടിയെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഇതൊരു ട്രഡീഷണൽ ഒരു സാധനമാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിരിക്കുന്നത് ഹിന്ദുയിസോ ബുദ്ധിസോ ഒക്കെ ബന്ധപ്പെട്ടുള്ള കുറച്ച് സംഗതികളൊക്കെയാണ്. അതെവിടെയെങ്കിലും ഒരു ഡിസ്കഷൻ ഭാഗമായിട്ട് വന്നിട്ടുണ്ടോ? നോ, ആക്ച്വലി അത് ലിബറൽ ആയിട്ടേ ഉള്ളൂ. ബിക്കോസ് അത് ഒന്ന് തുറക്കുമ്പോൾ, ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മളുടെ ഈ പ്രോജക്റ്റിൻ്റെ കൈതപ്രം തിരുമേനി എഴുതിയിരിക്കുന്ന ഗാനം തന്നെ മൃദംഗനാദം, അതായത് ശിവൻ്റെ ഡാൻസിൻ്റെ അക്കമ്പനിമെൻസിൻ്റെ അതിനെ ആണ്. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെർക്കഷൻസ്, അത് വരുന്ന എലമെൻറ്റ്സ്, ആൻഡ് ദെൻ അതിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻസ് എല്ലാമായി, ക്രിയേഷനായി, കോസ്മോസായി, എലമെൻറ്റ്സ് ആയി, എല്ലാമായി ആ പാട്ടിൽ. സോ ദർ ഇസ് നത്തിങ്, ഇറ്റ് ഇസ് സോ ലിബറൽ. യു സി അതിൽ വേറെ ഒരു എന്താ പറയുക റിലീജിയൻ ആയിട്ടുള്ളതൊന്നും വരുന്നില്ല, വളരെ സെക്യുലർ ആണ്. സോ നമ്മൾ ഓരോന്നും കെട്ടഴിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് സെക്യുലർ സംഹൗ. അറ്റ്ലീസ്റ്റ് വെൻ ഐ അപ്രോച്ച് ഇറ്റ്, നമുക്കവിടെ അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഹിന്ദുയിസം ബേസ്ഡ് അങ്ങനെയല്ല, അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ്. എവറിബഡി ഈസ് ഏബിൾ ടു പെർസീവ് ഇറ്റ്. നമ്മുടെ സ്റ്റുഡൻറ് ബേസിന് അവിടെ ദിവ്യയുടെ കണ്ണുകൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചത് യക്ഷിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ആകാശഗംഗ ലെൻസൊക്കെ ഇട്ടാണ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ഒരു റിയാക്ഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആകാശഗംഗ ശരിക്കും വിനയൻ സാറിൻ്റെ കൂടെ 2ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പോൾ ആകാശഗംഗയുടെ ഒരു അനുഭവം എന്തായിരുന്നു? യക്ഷിപ്പടത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്ന കുറേ സാങ്കേതികതകൾ ചേരേണ്ടതുണ്ട്, പലതരത്തിലുള്ള പുതിയ സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്. കാരണം യക്ഷി നമ്മുടെ ഒരു സങ്കല്പമാണ്, പക്ഷെ അത് ആൾക്കാരുടെ മനസ്സിലുള്ളതുപോലെ അതിൻ്റെ അപ്പുറത്തേക്കും കാണിക്കണം. അപ്പോൾ പറന്നു പോകണം, ഇൻവിസിബിൾ ആകണം, അങ്ങനെയൊക്കെ. ആകാശഗംഗ എങ്ങനത്തെ അനുഭവമായിരുന്നു? അതിൻ്റെ ഇഫക്ട്സ് ഒക്കെ രാമേന്ദ്ര ബാബു സാറിൻ്റെ ക്യാമറ വർക്കായിരുന്നു. സോ ഞാൻ ഞാൻ എന്താ പറയാ, നമ്മള് ക്രെയിനിന്റെ പുറത്തിരിക്കുക, കാലുകൾ മാത്രം നടക്കുക, ആളുകളും നമുക്കൊരു പിക്നിക് പോലെയായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഓൾ ദ ടീം. നമ്മളായിട്ട് എനിക്ക് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രൊപ്പല്ലറും എല്ലാ രാത്രി ഷൂട്ട്സും, ഐ തിങ്ക് ഏതാണ്ട് 20-25ഓളം ദിവസം രാത്രികൾ ഫുൾ നൈറ്റ് ഷൂട്ട്സ് ആയിരുന്നു. ഈ പ്രൊപ്പല്ലറൊക്കെ വെച്ച് അടിക്കുന്ന സമയത്ത് നമ്മൾ വേറെ അനുഭവമല്ലേ? അതെ, ഫുൾ ടൈം ഇങ്ങനെ കരിയില മുഖത്തൊന്ന് അടിക്കുക, അതാ ഒഴുകി നടക്കുക എന്ന് പറയുന്നത് അനുഭവം എന്ന് പറയുന്നത്. ഇതേ കൈതപ്രം സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം, അതിനകത്ത് തെളിയാത്ത പേന കൊണ്ട് എൻ്റെ കൈവെള്ള എഴുതിയ ചിത്രങ്ങൾ മറന്നുപോയോ, വടക്കിനി കോലായിൽ വിഷുവിളക്കറിയാതെ ഞാൻ തന്ന കൈനേട്ടം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, ശരിക്കും തെളിയാത്ത പേന എന്താണെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ചെറുപ്പത്തിൽ കളിക്കൂട്ടുകാരി ഇങ്ങനെ തെളിയാത്ത റീഫിലർ കൊണ്ട് കയ്യിലെഴുതിയ ബിംബമാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ശരി, വടക്കിനി കോലായിൽ വിഷുവിളക്കറിയാതെ ഞാൻ തന്ന കൈനേട്ടം എന്ന് വെച്ചാൽ വടക്കിനി കോലായിൽ അന്ന് വിഷുവിന് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷുവിളക്ക് അറിയാതെയാണ് ഈ കാമുകനും കാമുകിയും കൂടെ കൈനേട്ടം കൈമാറിയത്. അപ്പോൾ അവർ ഇരുട്ടത്തായിരുന്നില്ലേ സാറേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രേമത്തിൻ്റെ സങ്കല്പങ്ങളിൽ ഈ കൈ പിടിച്ചിരിക്കുന്ന സമയത്ത് കാമുകനും കാമുകിയും കൂടെ ഇപ്പോൾ ദൂരേക്ക് നോക്കിയിരിക്കുമ്പോഴും ഐയെന്നോ എല്ലെന്നോ യു എന്നോ ഒക്കെ കയ്യിലെഴുതിയാൽ രണ്ടുപേർക്കും സെൻസ് ചെയ്യാൻ പറ്റുമോ അത് വെച്ചിട്ട്? അപ്പൊ വിരലല്ലേ സാറേ എന്ന് ചോദിച്ചു. അത്രയും ആവാം എന്ന് പറഞ്ഞു. സാർ ഭയങ്കര രസമായിട്ട് പാട്ട് എഴുതുന്ന ഒരാളാണ്. ഇതും കൈതപ്രം ആണല്ലോ ഇത് എഴുതിയെന്ന് അറിഞ്ഞപ്പോ സന്തോഷം ഉണ്ടാക്കിയ. അതെ, ഞാനും എനിക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നൊരു ഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ എന്താ പറയാ, പേന കൊണ്ട് എഴുതിയ വരികൾക്ക് കോറിയോഗ്രാഫി ചെയ്യാന്നുള്ളത്. ആൻഡ് ഓൾസോ ഇതിന് എടുത്തു പറയേണ്ടത്, തിങ്ക് അബൌട്ട് ഇറ്റ്, ഇത്രയും നർത്തകർ ഒരേ കോറിയോഗ്രാഫി നമ്മള് ഇത് ഗ്ലോബൽ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ US ഇവിടെ കേരളത്തിലിരുന്ന് കൈതപ്രം സാർ അത് എഴുതി, ഞാൻ US അത് കോറിയോഗ്രാഫി ചെയ്ത് അതിവിടുത്തെ ഡാൻസേഴ്സിലെ അവരിലേക്ക് എത്തിക്കുകയാണ്. ഗുരുക്കന്മാരത് അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. സോ അത് കലയുടെ ശക്തിയാണ്. മൃദംഗനാദം എന്ന് പറയുന്നത്, ആ ഒരു നാദം ഇനിയും ഉയർന്നു കേൾക്കാൻ പോകുന്നത് അത് അത്രയും നർത്തകരിലൂടെയാണ്. സോ ഇതൊക്കെ നമുക്ക് കല തരുന്ന ഭാഗ്യമാണ്. ദാറ്റ്സ് ദി ഓൺലി റീസൺ. ഇതിപ്പോൾ ഡാൻസ് ആണോ സിനിമയാണോ എന്നുള്ളതല്ല, അത് ടു ബി, ഐ ഡോണ്ട് തിങ്ക് വി ഗെറ്റ് ടു ചൂസ് ടു ബി ആൻ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ
ആർട്ട് ഹാസ് ടു ചൂസ് അസ്. ഉം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും. അല്ലേ, അതെ, ഐ ഡോണ്ട് തിങ്ക് നമ്മളിപ്പോ ഞാൻ നാളെ തൊട്ട് ഐ എം ഗോയിങ് ടു ബി, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഹാസ് ടു കം. നമ്മളെ തിരഞ്ഞെടുത്താലേ പറ്റുള്ളൂ. സോ അതൊക്കെ ഭാഗ്യമാണ്. സോ ജസ്റ്റ് വെരി ബ്ലെസ്ഡ്, അത്രേ ഉള്ളൂ. ക്ലീശ ചോദ്യമാണെങ്കിലും ചോദിക്കാതിരിക്കാൻ വയ്യ. സിനിമ എന്തായാലും സ്ക്രിപ്റ്റൊക്കെ കേൾക്കുന്നുണ്ടാവും, എന്നാണ്? അഗൈൻ ഞാനിനി ഇന്ന് നാളെ സിനിമ ചെയ്യുന്ന സെയിം തിങ്, റൈറ്റ്? രണ്ടിനും ഒരേ ആൻസർ ആണ്. നാളെ ഞാൻ സിനിമ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാം. ഇറ്റ് ഹാസ് ടു കം, എവറിഥിങ് ഹാസ് ടു ലൈൻ അപ്പ്. ലൈനപ്പ് ആയാൽ തീർച്ചയായിട്ടും. അപ്പോൾ ഗിന്നസിലേക്ക് എത്തട്ടെ, കൂടുതൽ സിനിമ ചെയ്യാനും കഴിയട്ടെ, Thank you. ഡാൻസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ. Thank you നന്ദിയുണ്ട് so സംസാരിക്കാൻ. much. താങ്ക് യു. Thank you. നമസ്തേ.